ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, സഫമോളെ സ്കൂളിൽ നല്ലൊരു മെഹന്തി മത്സരമുണ്ട്, മൈലാഞ്ചി ഇടൽ മത്സരം. അതുപോലെ തന്നെ പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ സ്പെഷ്യലായിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ സ്പെഷ്യൽ ഫുഡാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ സ്കൂള് പൂട്ടുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ മൈലാഞ്ചിയുടെ മത്സരം അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വെറും 3 കുട്ടികളെ രക്ഷിതാക്കൾ മാത്രമാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ തീരുമാനിക്കാൻ എളുപ്പമുണ്ട്. എന്തായാലും പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് മൈലാഞ്ചി കിടുമല്ലേ. അപ്പോൾ കൂടുതൽ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ കഴിയണോലൊക്കെയാണ് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടോ. എല്ലാ രക്ഷിതാക്കളെയും കുട്ടികൾക്ക് നമ്മൾ അറിയുന്ന രീതിയിൽ മൈലാഞ്ചി ഇടുക എന്നുള്ള രീതിയാണ്. അപ്പോൾ ഒരു മത്സരം എന്ന് വെച്ചാൽ അതൊരു നമുക്കൊന്നും കൂടി ഒരു ഉത്സാഹത്തിൽ നമ്മളൊരു വൃത്തിയിൽ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയൊരു മത്സരം വെച്ചു. അതിനായിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഉണ്ട് എന്തായാലും പങ്കെടുക്കുന്നവർക്ക്. അപ്പോൾ കുട്ടിയും രക്ഷിതാവും മൈലാഞ്ചിയുടെ മത്സരമാണ്. നമ്മളെ കുട്ടീൻ്റെ കയ്യിൽ നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അതിലിപ്പോൾ പലവരെ കുട്ടികളും ആൺകുട്ടികളായതുകൊണ്ട് തന്നെ വേറെ പെൺകുട്ടികളെ കയ്യിലേക്കാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. കാരണം ഇവിടെ LP സ്കൂളാണ്, 4 വരെയുള്ളൂ. 4, 2, 3 പഠിക്കുന്ന കുട്ടികൾക്ക് ആൺകുട്ടിയൊക്കെ ചിലർക്ക് മൈലാഞ്ചി ഇടാൻ മടിയേക്കാരം. പിന്നെ അതുമല്ല, മൈലാഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇങ്ങോട്ടൊക്കെ കയ്യിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇടുമല്ലോ. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്കാകുമ്പോൾ അതൊരു വലിയൊരു മടിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രമാത്രം മാക്സിമം നമ്മൾ മൈലാഞ്ചി ഇടാൻ നമ്മളെ നമ്മൾ എത്രമാത്രം ഇടാൻ കഴിയുമോ അത്ര ഇടാൻ വേണ്ടി നമ്മൾ പറയും. അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടം, നിറച്ച് കാണണമെന്നാണല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനിങ്, കാരണം ചില ആളുകൾക്കാണെങ്കിൽ നിറച്ച് വേണം. അങ്ങനെ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു മൊത്തത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം, എനിക്ക് കുറച്ച് സിമ്പിളാണ് ഇഷ്ടം. ഒരുപാട് ഇങ്ങനെ നിറച്ചിടുമ്പോൾ എനിക്കൊരു ഇഷ്ടമില്ല. അപ്പോൾ അവസാനമായിട്ട് ഒരു മത്സരാർത്ഥി കൂടി എത്തിയിട്ടുണ്ട്, നാലാമത്തെ ആൾ. അപ്പോൾ എന്തായാലും നമുക്ക് തീരുമാനിക്കാം, ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കറക്റ്റായി കിട്ടി. അപ്പോൾ ഒരാളായിട്ട് ഇനി ബാലൻസ് വെക്കണം ശരിയല്ലല്ലോ. അപ്പോൾ അവർക്കുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റും അതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വർഷം എന്ന് വെച്ചാൽ നമ്മളെ പുതിയ HM ഒക്കെയാണ്. നമ്മളെ പഴയ HM ആൻസി ടീച്ചർ റിട്ടയർഡായി പോയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ HMൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതും അതൊക്കെ ഇപ്പോൾ പിന്നെ പുതിയ HM ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം 2 ദിവസമാണ് ലീവ് എന്ന് പറഞ്ഞത്. ബലി പെരുന്നാളായതുകൊണ്ട് തന്നെ കുട്ടികൾ മദ്രസ ലീവ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം എങ്ങനെയെങ്കിലും 4 ദിവസം ഉമ്മാൻ്റെ വീട്ടിൽ പോയിരിക്കുക, ടൂറ് പോകാമെന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും. പക്ഷേ 2 ദിവസം മാത്രമാണ് ലീവ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയൊരു ഉഷാറില്ല കേട്ടോ. കാരണം ഒന്നാം പെരുന്നാളിൻ്റെ അന്ന് മാത്രമാണ് നമുക്ക് ലീവ് ഉള്ളത്. 2ഉം 3ഉം ഒന്നും ലീവില്ല. പിന്നെ നമ്മളെ സാധാരണ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഇങ്ങനെ തിങ്കളാഴ്ചയാണ് തുറക്കണമെന്ന് പറഞ്ഞു. എന്തായാലും കുട്ടികൾക്ക് സന്തോഷത്തോടു കൂടി പോകാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ ലീവാക്കി പോകുന്നവർക്ക് അങ്ങനെ പോവാം. എന്തായാലും നമ്മളിതാ എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ കണ്ട അതൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. ഇതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റാണ്. 30 മിനിറ്റിനുള്ളിൽ ഒരു കൈ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ നമ്മളെ ഡിസൈനിങ് അനുസരിച്ച് ഫിനിഷ് ചെയ്യണം. അതാണ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്തിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ജഡ്ജസ് എന്ന് വെച്ചാൽ ഇവിടെ ചെറാങ്കുത്ത് സ്കൂൾ എന്ന് പറയും. ഈ വീഡിയോ കാണുന്ന നമ്മൾ അടുത്തുള്ളവർക്കും സ്കൂളിലുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ വീഡിയോ കാണുന്ന വേറെ ആളുകൾക്ക് ഒരു പക്ഷേ ഈ പേരെന്നെ കേട്ടിട്ടുണ്ടാവില്ല. ചെറാങ്കുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് അവരാണ് ഇവിടുത്തെ ജഡ്ജസ്. ഈ ഒരു മൈലാഞ്ചിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കണതും അറിയണതൊക്കെ ഓലാണ് ചെയ്യണത്. നമ്മൾ ഓരോ വിഷയത്തിനും ഓരോ ജഡ്ജസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ. അപ്പോൾ കണ്ടില്ലേ, ഈ കൈ ഏകദേശം ഇവിടെ സെറ്റായി തുടങ്ങിയിരിക്കുന്നത്. ചെറുതായിട്ട് സിമ്പിളായിട്ട് എന്തൊക്കെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളു തോന്നുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള മൈലാഞ്ചി മത്സരാർത്ഥികളും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 10-25 അല്ലെങ്കിൽ ഒരു 15എങ്കിലും രക്ഷിതാക്കൾ പങ്കെടുക്കുമെന്നൊക്കെ വിചാരിച്ച സംഭവമാണ്. പക്ഷെ വെറും 4 രക്ഷിതാക്കൾ മാത്രമാണ് പങ്കെടുത്തത്. അപ്പോൾ ഇതിൽ ആർക്കാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പുതിയ HMനെ കാണാത്തൊരു കണ്ടോൾ, ഇതാണ് പുതിയ HM. കാരണം എൻ്റെ സ്കൂൾ സംബന്ധമായ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായാലും മറ്റേ നമ്മളെ ആൻസി ടീച്ചർ ആയിരിക്കും. അപ്പോൾ ആൻസി ടീച്ചർ റിട്ടയർഡായി പോയതിൻ്റെ ശേഷം ഇതുവരെ ഈ ടീച്ചറെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ടീച്ചറിനെ ഞാൻ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇതിൽ 2 ഐറ്റം മൈലാഞ്ചി ഉണ്ട് ഇവരൊക്കെ യൂസ് ചെയ്യണത്. ഒന്ന് ബിഗ് ബി എന്നാൽ കുട്ടികൾക്ക് ഈ കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ബിഗ് ബി ആണ് നല്ലത്. അത് നല്ല കേട്ടോ. പക്ഷേ സഫമോളെ പോലത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ നല്ലത്. കാരണം തീരെ ക്ഷമ ഉണ്ടാവില്ല. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഊരണം. അങ്ങനത്തെവർക്ക് പിന്നെ ഇതുകൊണ്ട് ഇട്ടാൽ തന്നെ ചോക്കുമല്ലോ, എന്തൊക്കെ കെമിക്കലാവട്ടോ. അപ്പോൾ ഇത് സംഭവമൊക്കെ കാണാനൊക്കെ രസമൊക്കെ തന്നെ, പെട്ടെന്ന് ചോക്കും. പക്ഷെ അത്ര നല്ലതല്ല.
മറ്റേതായാലും തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കണൊക്കെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും നല്ല മൈലാഞ്ചി വെച്ചാൽ നമ്മൾ നാച്ചുറൽ മൈലാഞ്ചി ഉണ്ടാകും. ഞാൻ ഇനിയിപ്പോൾ എല്ലാ പെരുന്നാക്കായാലും അതിൻ്റെ ഇടയിലാണെങ്കിലും എനിക്ക് എൻ്റെ നഖം ഒന്ന് ചോപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈലാഞ്ചിൻ്റെ സാധാ നമ്മളെ എല്ലാ മൈലാഞ്ചില്ലേ അതിവിടെ കൊടുന്ന് കുത്തിക്കണം എൻ്റെ വീട്ടിൽ. അപ്പോൾ അത് തെളുത്തുണ്ടായി അത് അരച്ചുണ്ടാക്കിയിട്ടാണ് ഞാൻ ഇടല്. എന്നാലും ആ കൈമത്തെ നഖത്തിനൊക്കെ പ്രത്യേക ഒരു ഭംഗിയിട്ടുള്ളൂ. ട്യൂബ് കൊണ്ട് തൊട്ട് അത്ര രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ല മൈലാഞ്ചി അതാണ്. പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ ഒക്കെ ചോത്ത് കിട്ടാനും പിന്നെ ഇതുപോലെ ഡിസൈൻ ചെയ്യാനൊന്നും കഴിയൂല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ട്യൂബായി കഴിഞ്ഞാൽ നമ്മളെന്താണ് വിചാരിച്ചത് ആ മനസ്സിൽ വിചാരിച്ച് നമ്മളെ കൈമേൽ ഇങ്ങോട്ട് വരച്ച് കൊടുത്താൽ അതങ്ങോട്ട് സെറ്റായി കിട്ടുമല്ലോ. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണത് ഇത് തന്നെ കേട്ടോ. എല്ലാവർക്കും അരച്ചിടാനൊക്കെ ഭയങ്കര മടിയാണ്. ഇനിയിപ്പോൾ അമ്മിമല എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ആ ചെറിയ മിക്സില്ലേ പൊടിക്കണ മിക്സില്ലേ അതിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ തന്നെ നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടും. മൈലാഞ്ചി ഇടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള ചോപ്പ് വയ്ക്കും. ഒരു മത്സരാർത്ഥിൻ്റെ ഇതോടെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ പിന്നെ സഫമോൾക്ക് ഇട്ട് കൊടുത്താലെന്ന് വിചാരിച്ചപ്പോൾ കയ്യാട്ടിയപ്പോൾ കൂടുതൽ സമയം നിൽക്കൂല കേട്ടോ. ചെറുതായിട്ട് സിമ്പിളായിട്ടൊരു മൈലാഞ്ചി. ഇത് കൂടുതൽ സമയം നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്താൽ മുതലാവില്ല. അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നല്ല ആകാംക്ഷയോടെ കൈയായിട്ടൊക്കെ ചെയ്ത് നിൽക്കണം. ചില കുട്ടികളാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും രണ്ട് കൈയും ശരിക്കും ഇങ്ങനെ ഇട്ട് നിൽക്കും. ഇതിന് അപ്പം തന്നെ തുടങ്ങും. അവിടെ ചൊറിയണം ഇവിടെ ചൊറിയണം കഴുകണം. ഭയങ്കര പൊറുതിയായിട്ട് ഇയാൾക്ക് മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഈ വെറുതെ ഇങ്ങനെ കൈ അനക്കാതെ വെക്കുന്ന ഇഷ്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കണം. ഇപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ മൈലാഞ്ചിട്ടാ. അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് സംഭവം. കണ്ടില്ലേ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കട്ടെ ഞങ്ങളൊക്കെ മൈലാഞ്ചിട്ടിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ മത്സരത്തിന് വന്നവരടുത്ത് മാത്രമേ ഒരു ട്യൂബായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കുട്ടികൾക്കുള്ള ട്യൂബൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ നാളെ ഇടാന്നുള്ള ഇതിലാണ് എല്ലാ കുട്ടികളും. അപ്പോൾ അതാ വേറൊരു മൈലാഞ്ചിട്ട് അത് ബിഗ് ബേറ്റാണ് ഇട്ടിരിക്കണത്. ഇത് ഏകദേശം ഇതവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ അടുത്ത ഡിസൈൻ ഇതവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. ഇതും ഏകദേശം ഇതാ ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇനിയൊരു കാൽ ഭാഗം കൂടി ഉണ്ട്. ഈ ബിഗ് മൈലാഞ്ചി ഇടുമ്പോൾ നല്ല ഭംഗിയേക്കാരം. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പെരന്ന് വരുന്നതേ പോലെ തോന്നിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച ഒരു ലുക്ക് കിട്ടാൻ പ്രയാസമാണ്. ഈ സമയത്ത് ഇവിടെ ഭയങ്കര മഴ പെയ്യട്ടോ. കാരണം നമ്മളെ സ്കൂളിൻ്റെ ആ ഒരു മുറ്റത്തിൽ നിന്നിട്ടാണ് ഈ മൈലാഞ്ചി മത്സരമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൈലാഞ്ചിമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തെറിച്ചതുകൊണ്ട് എല്ലാവരും ഇന്നൊരു സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. കാരണം ചുറ്റുഭാഗത്തും ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് നല്ല ചീറ്റലടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വന്ന മത്സരാർത്ഥിയാണിത്. എല്ലാവർക്കും 30 മിനിറ്റിന് ടൈം കൊടുത്തത്. അപ്പോൾ നേരെ വൈകി വന്നുകൊണ്ട് കുറച്ചും കൂടി ടൈം കൊടുത്തിരിക്കണം. അപ്പോൾ ഏകദേശം ഇതാ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ 4 ആൾക്കാരും നന്നായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് തുടങ്ങി. ഇനി എല്ലാ കുട്ടികളെയും ഒരു ഭാഗത്തേക്ക് ഇരിക്കണം. ജഡ്ജസ് വരും കേട്ടോ. അപ്പോഴത്തിന് മെഹന്തിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സും അതുപോലെ PTA മെമ്പേഴ്സും ഓലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും പെരുന്നാളല്ല നാളെ. ഇന്നിപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ട് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ മൈലാഞ്ചിയൊക്കെ ഒന്നും കൂടി ഒരു ദിവസം ശരിക്കും നിൽക്കണം. എന്നാൽ അത് കറക്റ്റിന് ചോപ്പ് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൈകളൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ ജഡ്ജസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ജോസ് മാഷ് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പോവുകയാണ്, ചെറാങ്കുത്ത് സ്കൂൾക്ക്. അവിടെ പോയിട്ട് ജഡ്ജസിനെ കൊണ്ടുവന്നതിന് ശേഷം ഓല് നോക്കും ഈ മൈലാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ. ചിലർക്ക് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചവർക്കൊക്കെ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഒരു രീതികളറിയല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളോടും ഇവിടെ വിലൊക്കെ പ്രത്യേകം ചെയറിലൊക്കെ ഇരുത്തിയിരിക്കണേ. ഇനി ജഡ്ജസ് വന്നതിന് ശേഷം മൈലാഞ്ചി നോക്കിയിട്ട് മത്സരഫലം പ്രഖ്യാപിക്കും. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ടെൻഷനാകേണ്ട കാര്യമില്ല. 4 ആൾക്കാരുള്ളൂ. അപ്പോൾ നമ്മളെ സഫമോള് മൈലാഞ്ചി ഇടലും ഊരലും കഴിഞ്ഞതാ ഇവിടെ ഈ ഒരു കളറിൽ ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് ഇത്രേ നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ മത്സരാർത്ഥികളിട്ട 4 കൈകൾ. അപ്പോൾ ജഡ്ജസ് വന്നിട്ടുണ്ട്. ഓലിങ്ങനെ ചെക്ക് ചെയ്യാണ്, നോക്കുകയാണ്. ജഡ്ജസിനെ ഞാൻ കാണിച്ചു തരാം. അതാ ഈ 2 ടീച്ചേഴ്സാണ് കേട്ടോ ജഡ്ജസ്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓലിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ചൊരു വെളിച്ചം കുറവുണ്ട് കേട്ടോ. ഈ സമയത്ത് നല്ല മഴയും പെയ്തുകൊണ്ട് കറണ്ട് പോയി. അപ്പോൾ തന്നെ കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഇങ്ങോട്ട് ക്ലിയറായി മൈലാഞ്ചി. ഇവിടെ നിന്ന് ഇപ്പം എനിക്ക് 4 പേര് ഒരുമിച്ച് ഇങ്ങോട്ട് കാണിക്കാൻ കഴിയണില്ല. ഇപ്പോൾ ടീച്ചർ കുട്ടികളെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ക്ലാസ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൽക്കുള്ള ഗിഫ്റ്റ് നമ്മൾ ആദ്യം തന്നെ അവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഗിഫ്റ്റ് വെച്ചാൽ അത്യാവശ്യം നല്ല ഗിഫ്റ്റാണ്. ഈ പെരുന്നാൾ ഉഷാറാക്കാൻ പറ്റിയ ഗിഫ്റ്റാണ്. എന്തായാലും ഈ ഒരു സംഭവം നമ്മളെ വീട്ടിൽ പെരുന്നാൾക്ക് എല്ലാ വീട്ടിലും നിർബന്ധമായി വാങ്ങേണ്ട സംഭവമാണ്. അപ്പോൾ ഇതാണ് 4 ആളെ മൈലാഞ്ചിട്ടാ. ഇനി HM ഒക്കെ എന്താ പറയുക നമുക്ക് നോക്കാം. കുട്ടികളൊക്കെ ആകാംക്ഷയോടെ മത്സരഫലം അറിയാനും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തോടെയാണ് കുട്ടികൾ നിൽക്കുന്നത്. ഒന്നാമത് ഇന്ന് സ്കൂളും കൂടി പൂട്ടുകയാണ്. ആ ഒരു സന്തോഷം ഉണ്ടാവും. പെരുന്നാളാണ് നാളെ മറ്റന്നാളെ. അപ്പോൾ പിന്നെ അതിൻ്റേതായതും
അടുത്ത ദിവസമൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ അവധിയാണ്. അപ്പോൾ അതിന് മുമ്പായാണ് നമ്മൾ മത്സരം നടത്തുന്നത്, പെരുന്നാളിൻ്റെ മത്സരം. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും ഉണ്ടായിരിക്കണുണ്ടോ? എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാം. എന്നാലും എല്ലാവർക്കും സമ്മാനം കുറേ സമ്മാനം അല്ലേ? അപ്പോ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാം. നാളെയില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നാളെ മറ്റന്നാളും സ്കൂളിന് അവധിയാണ്. ബുധനും വ്യാഴവും 2 ദിവസം കേട്ടാ. ഇനി എന്നാ സ്കൂളിലേക്ക് വരേണ്ടത്? വെള്ളി സ്കൂളിലേക്ക് വരണം, ശനി വരണം. ഈ ശനിയാഴ്ച ഞങ്ങൾക്ക് സ്കൂളാണ് കേട്ടാ. അപ്പൊ വെള്ളി 2 ദിവസം പെരുന്നാളാണ് അല്ലേ? ബുധനും വ്യാഴം കഴിഞ്ഞ് വെള്ളി ശനി ക്ലാസ് ഉണ്ട് കേട്ടാ. മറക്കരുത്. മത്സരിച്ച ആൾക്കാരൊക്കെ കണ്ടില്ലേ? പേര് 2 പേരാണ്. ഫാത്തിമ മിൻഹ. ഫാത്തിമ മിൻഹ.